സ്പീഡ്. ഉബൈസ് ഇതാ വണ്ടി വലിയ ഇങ്ങോട്ട് വരുന്നുണ്ട്. വാ. ഹലോ ഉബൈസേ, എന്തല്ല ഇഞ്ചൊരു മെസ്സേജ് കണ്ടിക്കല്ലേ ഞാൻ റെഡിയാന്ന് പറഞ്ഞിട്ടുള്ളേ. എന്നാ പിന്നെ ഇനി റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ വന്നാ. റെഡി കഴിഞ്ഞ് ഐഫയാണ്. ഐഫ ഫർണിച്ചറിലെ തൊഴിൽപാലകളാണ് അറിയണ്ടേ? തൊഴിൽപാലം വിദ്യയായിട്ട് ഒരുപാട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഐഫ ഫർണിച്ചറാണ് നമുക്ക് ഈ പൈസകൾ സ്പോൺസർ ചെയ്യുന്നത്. അതിൻ്റെ ഓണർ ഫൈസൽ ചീരാൻ എന്ന് പറയും. അപ്പോൾ മൂപ്പറ പേജ് ഫൈസൽ ചീരാൻ എന്ന് പറയുന്ന മൂപ്പറ പേജ്, അതേപോലെ റാഫി കണോത്ത് എന്നുള്ള എൻ്റെ പേജ്, അതേപോലെ ഐഫ ഫർണിച്ചർ എന്നുള്ള ഈ 3 പേജ് ഇനി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 500 നോട്ട് തന്നെ എണ്ണ ഇത് തന്നെ. ഓക്കെ, ഇനിയിപ്പോൾ ഈ 2 ഈ 3 ഏതെങ്കിലും 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 200 ഇപ്പോൾ 1 ചെയ്തിട്ടുണ്ടെങ്കിൽ 100 എണ്ണ. ഓക്കെ, ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് 50 എണ്ണ. നമ്മൾ 3 പേജും ഫോളോ ചെയ്തിക്കാം. ഒന്ന് നോക്കിയേ, റാഫി കണ്ണോത്ത്. ഓക്കെ, റാഫി കണ്ണോത്ത് ഫോളോ ചെയ്തിട്ട് ഇനി ഇതാ ഓക്കെ ifa.home എന്നുള്ളതും ചെയ്തിട്ട് ഫൈസൽ ചീര എന്നുള്ളതും ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ 3 പേജും ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഇതാ 500 കിട്ടിയ പൈസ എണ്ണിക്കോട്ടെ. പൈസ എണ്ണീട്ട് പരിചയണ്ടാ? നല്ല പരിചയമുണ്ട്. ഓക്കെ, എന്നാൽ ഫോണിൽ മാറ്റി വെച്ചോ. ഞാൻ സ്റ്റാർട്ട് പറയാൻ വേണ്ട, ആദ്യം ഒന്ന് റെഡിയാക്കി വെച്ചോ കയ്യിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര സെക്കൻഡാണ്? 10 സെക്കൻഡാണ് ഇതിനുള്ള ടൈം. ആ 10 സെക്കൻഡുള്ള മാക്സിമം പരമാവധി സ്പീഡിൽ എനിക്ക് എത്ര എടുക്കാനാവും അത്ര എണ്ണീട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് പറയട്ടെ. ഓക്കെ, സ്റ്റാർട്ട്. എണീക്കോ. സ്പീഡ്. നമുക്ക് ഐഫയാണ് സ്പോൺസർ ചെയ്യുന്നത്. ഐഫ ഫൈസൽ ചീരാൻ ഈ 2 പേജുകളും ചെയ്യാത്ത ആളുകൾ ചെയ്തു വെച്ചു. ഓക്കെ, അപ്പോൾ എത്ര എണ്ണി എടുത്തത്? 28 പറയുമ്പോൾ 14,000 രൂപ. ഓക്കെ, അപ്പോൾ ഐഫ അതേപോലെ ഫൈസൽ ചീരാൻ റാഫി കണത്ത് എല്ലാം ഫോളോ ചെയ്ത് വെച്ചോളെ. നമുക്ക് ഉവൈസിന്റെ ചെറിയൊരു ചരിത്രമുണ്ട്. ഇഞ്ച് എന്താ സംഭവിച്ചേ ഈ ഒന്നും വേണ്ടി ഇങ്ങനെ വരാനുള്ള കാരണം എന്താ സംഭവം? അത് എനിക്ക് ബ്രെയിൻ ട്യൂമർ അസുഖം. അതിങ്ങനെ എത്ര വയസ്സിൽ? 7ാം വയസ്സിൽ അസുഖം. 7ാം വയസ്സിൽ വന്ന് 10ാമത്തെ വയസ്സ് വരെ ഓരോരുത്തർ ഇങ്ങനെ പോക്കേനും ഇങ്ങനെ RCC ബെല്ല് ഒരു ഉടുപ്പി മംഗലാരോ ഓരോരുത്തർ പോയാലോ എല്ലായിടത്തും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് അങ്ങനെ 10ാമത്തെ വയസ്സിൽ എന്താക്കി ഇത് RCCയിലേക്ക് ഇങ്ങനെ തിരിച്ചു പോയാലോ. അവിടുന്ന് അവർ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ CG ഇത്ര പോകണം. അങ്ങനെ CG ഇത്ര പോയി അവിടുന്ന് അവരെ അഡ്മിറ്റ് ആക്കി ഉമ്മാന്റെ ഒരു വകുപ്പിന്റെ പേരിൽ ഒരു ഓപ്പറേഷൻ ചെയ്ത്. കാരണം ഒരു പേരിൽ പോലും അനുകൂലം എന്നല്ല പറഞ്ഞത്. പക്ഷെ പഠിച്ചവൻ എത്തിച്ചിട്ട് ഒന്നും പ്രശ്നമില്ല. ഇപ്പൊ 20 വയസ്സ് കഴിഞ്ഞു. 20 വയസ്സ് കഴിഞ്ഞല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രാം വയസ്സിൽ വന്നത്? 7ാം വയസ്സല്ലേ? അപ്പോൾ 7ാം വയസ്സിൽ വന്നു. ഓക്കെ, അങ്ങനെ അവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ RCC റെഡി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി പറഞ്ഞാൽ നിന്നതാ. പിന്നെ ചെക്കപ്പിന് മാത്രമേ പോക്കുള്ളൂ. പിന്നെ അങ്ങനെ മദ്രസ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് ആയി. ബേക്കിൽ സൈക്കിൾ തട്ടി അങ്ങനെ പിന്നെയും വീണ്ടും പണ്ടേതുള്ള തലവേദന ഛർദ്ദിലും വന്നേരം കാണിക്കാൻ തുടങ്ങി. അന്നേരം പിന്നെ ഇപ്പോൾ കീമോ ചെയ്ത് തരാം. നമുക്ക് ആദ്യത്തെ പോലെ ഇങ്ങനെ കാലിനേക്കുള്ള ബ്ലഡ് ഓട്ടോ സ്റ്റോപ്പായി പോയി. അങ്ങനെ ഇപ്പോൾ വണ്ടിയിലായത് തന്നെ. ഇത് ഞാൻ കുറേ ഫോളോ ചെയ്ത് വെച്ചിട്ട് നിങ്ങളും ഫോളോ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കും